ഇപ്പോൾ ഗൈസ് ബ്രസീൽ പുറത്തായിട്ടുണ്ട്. ഈ ബ്രസീൽ പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷ ടീം എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഫാൻസരാണ്. ഈ അർജൻറ്റീന ഫാൻസ് പറഞ്ഞാൽ എല്ലാവരും ഇല്ല കേട്ടോ, ഈ ബുദ്ധിയില്ലാത്ത കുറച്ച് അർജൻറ്റീന ഫാൻസർ. കാരണം കളി കണ്ടിട്ട് കുറേ അർജൻറ്റീന ഫാൻസിലേക്ക് സങ്കടമൊക്കെ വന്നു, നെയ്മറിൻ്റെ വിരമിക്കൽ കാരണം. പിന്നെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അർജൻറ്റീന ഫാൻസറാണ്. അപ്പോൾ എല്ലാ അർജൻറ്റീന ഫാൻസും അല്ല കേട്ടോ, ബുദ്ധിയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ബ്രസീലിൻ്റെ പകുതി ഉലത്തും. കാരണം ഈ 5 വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഈ 5 വേൾഡ് കപ്പ് ഉള്ളിടത്തോളം കാലം ഞങ്ങൾ സേഫാണ്. ഒന്നെങ്കിലും നിങ്ങൾക്ക് പറയാമെന്നതിൽ വേണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണം. അതുകൊണ്ട് നിങ്ങൾ പറയണ്ടാവും വെല്ലിപ്പാട് കാലത്ത് വേൾഡ് കപ്പ് എടുത്താണ്. വെല്ലിപ്പാട് കാലത്ത് എടുത്ത കപ്പ് വെറുതെ കിട്ടിയോണ്ട് അതും കളിച്ചിട്ടെടുത്താണ്, അല്ലാതെ ഫിഫൻ്റെ അടുത്ത് വെറുതെ പൈസ കൊടുത്ത് കളിച്ചിട്ടുണ്ടായ വേൾഡ് കപ്പ് നടന്നത്. അതുകൊണ്ട് ബുദ്ധിയില്ലാതെ നിങ്ങൾ ഈ വെല്ലിപ്പാട് കാലത്ത് കളിച്ചിട്ടെടുത്ത കപ്പനാണ്, അതിൽ യാതൊരു സംശയം. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവം വേൾഡ് കപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റാണ്. ഞാൻ ഒരിക്കലും അർജൻറ്റീന ക്ലബിനോ അർജൻറ്റീന ടീമിനോ ഒരിക്കലും ഈ കുറ്റം പറയില്ല. അങ്ങനെ ആരോടും വിചാരിക്കണ്ട. അർജൻറ്റീന ടീമിനെ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സിനെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അർജൻറ്റീന ഫാൻസിന് അർജൻറ്റീന ടീമിനെ ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് അർജൻറ്റീന ഫാൻസിൽ ബുദ്ധിയില്ലാത്ത കുറേ ഫാൻസുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരുപാട് അർജൻറ്റീന ഫാൻസ് തന്നെ നെയ്മറിന് ഡിസേർവ്ഡ് ആണ് അങ്ങനെ വിരമിക്കാൻ നല്ല പോസിറ്റീവായിട്ട് സ്റ്റോറിയൊക്കെ വെച്ച ആൾക്കാരുണ്ട്. പക്ഷേ ചിലവർ ബ്രസീൽ തോറ്റപ്പോൾ നോർവേനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റാറ്റസൊക്കെ വെച്ച് വരും. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവർ ശരിക്കും അർജൻറ്റീന ഫാൻസാണ്, അതോ നോർവേ ഫാൻസാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഞാൻ ബ്രസീലിൻ്റെ ഫാനാണെങ്കിൽ അർജൻറ്റീനയും ഇപ്പോൾ സൗദി അറേബ്യയിലായിട്ട് അന്ന് തോറ്റ സമയത്ത് നമ്മളൊന്നും ആഘോഷിച്ചിട്ടില്ല. കാരണം നമ്മൾ സൗദി അറേബ്യ അല്ല, നമ്മൾ ബ്രസീലാണ്. അതുപോലെ ബ്രസീൽ അർജൻറ്റീന കളിച്ച് ബ്രസീൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എൻ്റെ ഫേവറേറ്റ് ടീം ബ്രസീലാണ്. അല്ലാതെ ബ്രസീൽ തോറ്റ് നോവ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് വലിയ ഇതാക്കിയിട്ട് അപ്പോൾ നമ്മൾ ശരിക്കും അർജൻറ്റീന ഫാൻസാണോ അതോ ഒരു ഫുട്ബോളിനെ കുറിച്ചിട്ട് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ബ്രസീൽ തോറ്റ് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വെച്ചിട്ട് വലിയ സംഭവമാക്കിയിട്ടൊന്നും സ്റ്റാറ്റസൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലായിടത്തും ഉണ്ടാവും ഇതേപോലെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറേ അർജൻറ്റീന ഫാൻസ് വരും. ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിൽ ഇപ്പോൾ അർജൻറ്റീന തോക്കാന്നുണ്ടെങ്കിലും ബ്രസീലിനെ കുറച്ച് ഫാൻസ് പലരും പറയും. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്കിന്നോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്രസീലിൻ്റെ അത്ര എത്തില്ല. ഓക്കെ.